BCOM 5th സെമസ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിൽ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ വരുന്ന തിയറീസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനിയാണ് ചാപ്റ്ററിൻ്റെ കോറായിട്ടുള്ള ഫിനാൻഷ്യൽ അനാലിസിസിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ശരിക്കും ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഈ ഒരു പോർഷനിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ചാപ്റ്ററിൻ്റെ കോറായിട്ടുള്ള ഏരിയാസാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. വാട്ട് ഡു യു മീൻ ബൈ ഫിനാൻഷ്യൽ അനാലിസിസ്? എന്താണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഫിനാൻഷ്യൽ അനാലിസിസ് ഇംപ്ലൈസ് സ്റ്റഡിയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ various figures contained in the financial statement by income statement, balance sheet and other information. അതായത് നമുക്കറിയാം നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ ബാലൻസ് ഷീറ്റ്, അതേപോലെ മറ്റെന്തെങ്കിലും അതർ ഇൻഫർമേഷൻ. ഇത് രണ്ടാണ് പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇതിലുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക? ഇത് അനലൈസ് ചെയ്യുക, ഇതിനെ ഒരു പഠനത്തിന് വിധേയമാക്കുക. അതാണ് ഫിനാൻഷ്യൽ അനാലിസിസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക? അത് പഠിക്കുക. ഓക്കെ, സമഗ്രമായി പഠിക്കാം. ഓക്കെ, അതാണ് ഫിനാൻഷ്യൽ അനാലിസിസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഒബ്ജക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ഇസ് ടു ഫെസിലിറ്റേറ്റ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓർ ഡ്രോയിങ് കൺക്ലൂഷൻ. അപ്പോൾ ഇൻ്റർപ്രിറ്റ് എന്ന് വെച്ചാൽ അതിൽ നിന്ന് നമ്മൾ എന്താണ് മീനിങ് ഡിറൈവ് ചെയ്യുക. അതായത് ഒരു സാധനം പഠിച്ചിട്ട് അത് എന്താണ് അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്നതെന്ന് മനസ്സിലാക്കുന്നതാണ് എന്ത് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് വെച്ചാൽ. അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻസ്, അതിൻ്റെ തീർപ്പ് കൽപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക? അത് അനലൈസ് ചെയ്യുക, അത് പഠിക്കുക, അത് ഇൻ്റർപ്രിറ്റ് ചെയ്യുക, അത് കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത്. ഫിനാൻഷ്യൽ അനാലിസിസ് ഇംപ്ലൈസ് സ്റ്റഡിയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ഫിഗേഴ്സ് കണ്ടെയ്ൻഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബൈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ് ആൻഡ് അതർ ഇൻഫർമേഷൻ. ദ ഒബ്ജക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ഇസ് ടു ഫെസിലിറ്റേറ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓർ ഡ്രോയിങ് കൺക്ലൂഷൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിനാൻഷ്യൽ അനാലിസിസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനാലിസിസ് ആണ്. അപ്പോൾ എത്ര തരം അനാലിസിസ് ഉണ്ട് എന്നുള്ളതാണ്. ദർ ആർ മെയിൻലി 2 types. ഫസ്റ്റ് വൺ ഈസ് ഇൻറ്റേർണൽ അനാലിസിസ് ആൻഡ് എക്സ്റ്റേർണൽ അനാലിസിസ്. അതായത് ഒരു കമ്പനി, ഇപ്പോൾ ഇൻറ്റേർണൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു കമ്പനി ഉണ്ട്. ഓക്കെ, ഈ കമ്പനീൻ്റെ ഉള്ളിൽ നടക്കുന്ന അനാലിസിസ് ആണ് എന്ത്? ഇൻറ്റേർണൽ അനാലിസിസ്. ഈ കമ്പനീൻ്റെ ഔട്ട്സൈഡ് നടക്കുന്ന അനാലിസിസ് ആണ്, അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് കമ്പനിയിൽ നടത്തുന്ന അനാലിസിസ് ആണ് എന്ത്? എക്സ്റ്റേർണൽ അനാലിസിസ്. അതായത് ഇപ്പോൾ ഒരു കമ്പനീൻ്റെ ഉള്ളിലുള്ള മാനേജർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻറ്റേർണൽ അനാലിസിസ് ആണ്. ഇനി എന്താണ്? ഒരു കമ്പനിയുടെ ഔട്ട്സൈഡർ, ഒരു കസ്റ്റമറോ ഗവൺമെൻറ്റോ കമ്പനിയെക്കുറിച്ച് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ അതാണെന്ത്? എക്സ്റ്റേർണൽ അനാലിസിസ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻറ്റേർണൽ അനാലിസിസ് is analysis made by the parties internal to the business, that is the management. Then external analysis is analysis made by parties external to the business, that is outsiders like shareholders, prospective investors, creditors, etc. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻറ്റേർണൽ അനാലിസിസും എക്സ്റ്റേർണൽ അനാലിസിസും. അടുത്തതായിട്ട് വെർട്ടിക്കൽ അനാലിസിസ് ആൻഡ് ഹൊറിസോണ്ടൽ അനാലിസിസ് ആണ്. അപ്പോൾ എന്താണ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് നോക്കാം. വെർട്ടിക്കൽ അനാലിസിസ് is the analysis of financial statements for a particular accounting period. അതായത് ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൽ നടത്തുന്ന ഫിനാൻഷ്യൽ അനാലിസിസ് ആണ് വെർട്ടിക്കൽ അനാലിസിസ്. അതായത് പറയുകയാണെങ്കിൽ ഇപ്പോൾ 2023 നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഇയറിൽ വരുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതാണെന്ത്? വെർട്ടിക്കൽ അനാലിസിസ്. ഇനി ഹൊറിസോണ്ടൽ അനാലിസിസ് എന്താണ്? ഹൊറിസോണ്ടൽ അനാലിസിസ് is a series of financial statement is a series of analysis ഉണ്ട്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അവിടെ ചെറിയൊരു തിരുത്ത് വരുത്തിയിട്ടുണ്ട്. ഹൊറിസോണ്ടൽ അനാലിസിസ് ഈസ് അനാലിസിസ് ഓഫ് എ സീരീസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. അതായത് ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒരുപാട് വർഷങ്ങളിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ഇപ്പോൾ 2022 ആകാം, 21 ആകാം, 20 ആകാം, 19 ആകാം, 23 ആകാം. അങ്ങനെ ഒരുപാട് വർഷങ്ങളിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതും ഒന്നല്ല പല സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുന്നതിൻ്റെ പേരാണ് ഹൊറിസോണ്ടൽ. ഓക്കെ, ദർ വിൽ ബി n number of years and there will be n number of financial statements. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും, ഒരുപാട് ഇയേഴ്സും ഉണ്ടാവും. ഇവിടെ ഒരു വർഷത്തേക്കുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുന്നതിൻ്റെ പേരാണ് വെർട്ടിക്കൽ അനാലിസിസ്. ഓക്കെ,
ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്. ശ്രദ്ധിക്കുക, അടുത്തൊരു ചോദ്യം വരുന്നത് വാട്ട് ആർ ദ, ചോദ്യം ഒന്നുകൂടി വായിക്കുകയാണ്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അതായത് ഈ ഫിനാൻഷ്യൽ അനാലിസിസിലും ഇൻ്റർപ്രിട്ടേഷനിലുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ സ്റ്റെപ്സ് ആയതുകൊണ്ട് തന്നെ ഇത് പോയിൻറ്റ്സ് എന്താണ് അതേപോലെ തന്നെ എഴുതണം. അതേപോലെ എഴുതാന്ന് വെച്ചാൽ ഫസ്റ്റ് പോയിൻറ്റ് ഫസ്റ്റിലും, സെക്കൻഡ് പോയിൻറ്റ് സെക്കൻഡിലും, തേർഡും ഫോർത്തും ഫിഫ്ത്തും ഓർഡർ തന്നെ എഴുതുക എന്നുള്ളതാണ്. ഇത് ഷഫിൾ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താ വരുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഡിസൈഡ് അപ്പോൺ ദ ഒബ്ജക്റ്റീവ് ഓർ പേർപ്പസ് ഓഫ് അനാലിസിസ്. അനാലിസിസിൻ്റെ പേർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്, എന്തിനാണ് അനലൈസ് ചെയ്യുന്നത് എന്ന് ആദ്യമായി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അനലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, സെലക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് ഇയേഴ്സ്. അതായത് എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കണമെന്ന് സെലക്ട് ചെയ്യുക, അത് എത്ര വർഷത്തേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യണം എന്നുള്ളത് സെലക്ട് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് വരുന്നത് റീ അറേഞ്ചിങ് ഓർ ഗ്രൂപ്പിംഗ് ഓഫ് ഡാറ്റ അക്കോർഡിംഗ് ടു ദ ഒബ്ജക്റ്റീവ് ഓഫ് അനാലിസിസ്. അതായത് ഡാറ്റ അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് റീ അറേഞ്ച് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. ഇനി അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത് അപ്ലൈയിങ് റെലവൻറ്റ് ടൂൾസ് ഓഫ് അനാലിസിസ് ടു ബ്രിങ് ഔട്ട് ഇമ്പോർട്ടൻസ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് അതർ ഫിഗേഴ്സ്. അതായത് എന്ത് ചെയ്യുക, റെലവൻറ്റ് ടൂൾസ് ഒക്കെ അപ്ലൈ ചെയ്യുക. അനലൈസിന് വേണ്ടിയുള്ള റെലവൻറ്റ് ടൂൾസ് എന്താണ് അപ്ലൈ ചെയ്യുക, എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഫോർ റിലേഷൻഷിപ്പ് വിത്ത് അതർ ഫിഗേഴ്സ്, മറ്റ് ഫിഗേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അറിയാൻ വേണ്ടി ടൂൾസ്. അതിപ്പോൾ റേഷ്യോ അനാലിസിസ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കും. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൂൾസ് മീൻസ് എന്താണ്, നമ്മൾ കാൽക്കുലേഷൻ്റെ പല മെത്തേഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അത് അപ്ലൈ ചെയ്യുക. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് ഡെഡ്യൂസിങ് ഇൻഫറൻസസ്. ഇൻഫറൻസ് എന്താ ചെയ്യുക, നമ്മൾ കണ്ടെത്തുക. ഡെഡ്യൂസിങ് മീൻസ് നമ്മൾ കണ്ടെത്തുക, ഇൻഫറൻസസ് കണ്ടെത്തുക, ഓർ കൺക്ലൂഷൻസ് ബേസ്ഡ് ഓൺ സച്ച് അനാലിസിസ്. നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു എന്താ തീർപ്പിലെത്തുക. നമ്മളെന്താണ് ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മളൊരു ക്ലിയർ വിഷൻ അതിന് നമുക്ക് കിട്ടണം, എന്താണ് ഉള്ളത് എന്ന് നമുക്ക് എന്താണ് അതിനൊരു കൺക്ലൂഷൻ വേണം. ഓക്കെ, അതിൻ്റെ എന്താണ് ഇൻഫറൻസസ് നമ്മൾ റെഡ്യൂസ് ചെയ്യണം, അതേമാതിരി കൺക്ലൂഷൻസ് നമ്മൾ എന്താണ് അത് ഒരു അനലൈസിൽ നിന്ന് നമ്മൾ തയ്യാറാക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ ഫിനാൻഷ്യൽ അനാലിസിസ് ആണ്. ഓക്കെ, അതായത് ഫിനാൻഷ്യൽ അനാലിസിസിൽ ഒരുപാട് ടേംസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മീനിങ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ടേംസിൽ ഫസ്റ്റ് ടേം ആണ് എന്ത്, ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. എന്താണ് ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ളതാണ് ആദ്യത്തെ ടേം. ദ ടേം ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് മീൻസ് ടോട്ടൽ അസറ്റ്സ് യൂസ്ഡ് ഇൻ ബിസിനസ്. അതായത് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന ടോട്ടൽ അസറ്റ്സിൻ്റെ പേരാണ് gross capital employed. That is aggregate of fixed asset and current asset. Only tangible assets employed are included. അതായത് ടാഞ്ചിബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് സ്പർശിക്കാനും കാണാനും കഴിയുന്ന സാധനങ്ങളാണ് ടാഞ്ചിബിൾ. ഇപ്പോൾ ഗുഡ്വിൽ പോലുള്ള അസറ്റ്സ് ഉണ്ട്, അതെന്ത് വരില്ല, ഗുഡ്വില്, പാറ്റൻറ്റ് പോലുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് കാണാൻ അല്ലെങ്കിൽ നമുക്ക് എന്താണ് അതിന് സ്ഥൂലഭാവമില്ല, അതിനൊരു ഡിസൈനൊക്കെയാണ് പാറ്റൻ്റ് അല്ല. നമ്മളിപ്പോൾ ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ ബ്രാൻഡ് എന്നൊക്കെ പറയുന്ന സാധനം എന്താണ്, അതൊരു ഡിസൈനാണ്. ട്രേഡ് മാർക്ക് എന്നാണ്, അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് മാർക്കായി. അപ്പോൾ ഇതൊരു ഡിസൈനാണ്, ഇത് കാണാൻ പറ്റും, പക്ഷെ എന്നില്ല, അതിന് സ്ഥൂലഭാവമില്ല. അതേപോലെയാണ് എന്ത് ഈ പറയുന്ന ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അപ്പോൾ ടാഞ്ചിബിൾ അസറ്റ്സ് മാത്രമേ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡിൽ എന്ത് വരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഫിക്സഡ് അസറ്റും വരുന്നുണ്ട്, കറണ്ട് അസറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്ത പോലെ ടോട്ടൽ അസറ്റ് യൂസ്ഡ് ഇൻ ബിസിനസ് ആണ് എന്ത്, ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇനി അടുത്തത് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ഓക്കെ, നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ അത് എന്താണ് എന്ന് നോക്കാം. നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ സിംപ്ലി ക്യാപിറ്റൽ എംപ്ലോയിഡ് മീൻസ് ലോങ് ടേം ഫണ്ട്സ് യൂസ്ഡ് ഇൻ ബിസിനസ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. അതായത് ടോട്ടൽ അസറ്റ് എടുക്കുന്നു നമ്മൾ, അപ്പോൾ ഈ ടോട്ടൽ അസറ്റിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യുന്നു, കറണ്ട് ലയബിലിറ്റി മൈനസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടെത്താൻ രണ്ട് മാർഗ്ഗങ്ങളുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. അപ്പം ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റ് ആയിരുന്നു ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതിൽ നിന്നും കറണ്ട് ലയബിലിറ്റി മൈനസ് ചെയ്താൽ നമുക്ക് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ലഭിക്കും. ഇനി ഇത് കിട്ടാനായിട്ട് വേറെ ഒരു ഇക്വേഷനും കൂടിയുണ്ട്. എന്താണ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് മൈനസ് ലോങ് ടേം ഡെപ്റ്റ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അതായത് ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, അതേപോലെ
പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതേപോലെ റിസർവ് ആൻഡ് സർപ്ലസ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? നമ്മുടെ ലോങ് ടേം ഡെപ്റ്റ്, അതായത് ലോണ്, അത് ഡിബെഞ്ചർ, ഈ വക കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ലഭിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് അടുത്തതായിട്ട് വരുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ഇൻക്ലൂഡ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ബോത്ത് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ആൻഡ് ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണ് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ ഇക്വേഷനിൽ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്താണ്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ്, അതിൻ്റെ കൂടെ റിസർവും സർപ്ലസും ആണ്. ഓക്കെ, ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് ആൻഡ് സർപ്ലസ്. ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈസ് ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റി. ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റിൽ നിന്നും ഔട്ട്സൈഡ് എല്ലാ ലയബിലിറ്റീസും മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് വരുന്നത് ബോറോഡ് ഫണ്ട് ഓർ ഡെപ്റ്റ് ആണ്. ഓക്കെ, ബോറോഡ് ഫണ്ട് ഓർ ഡെപ്റ്റ്. അപ്പോൾ എന്താണ് ബോറോഡ് ഫണ്ട് ഓർ ഡെപ്റ്റ് എന്നുള്ളതാണ് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നെക്സ്റ്റ് പേജിലാണ് വരുന്നത്. ബോറോഡ് ഫണ്ട് ഓർ ഡെപ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ബോറോഡ് ഫണ്ട് ഓർ ഡെപ്റ്റ് ഇൻക്ലൂഡ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിച്ച് ഈസ് കറൻറ്റ് ലയബിലിറ്റീസ് ഓഫ് ദ ഫേം. അതായത് ലോങ് ടേം ലയബിലിറ്റിയും കറൻറ്റ് ലയബിലിറ്റിയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ബോറോഡ് ഡെപ്റ്റ് കിട്ടുക, അല്ലെങ്കിൽ ബോറോഡ് ഫണ്ട് അല്ലെങ്കിൽ ഡെപ്റ്റ് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത്. ലോങ് ടേം ലയബിലിറ്റീസിൽ വരുന്നത് എന്തൊക്കെയാണ്? ലോങ് ടേം ലയബിലിറ്റീസിൽ വരുന്നത് ഡിബെഞ്ചർ ലോങ് ടേം ലയബിലിറ്റി ആണ്, ബോണ്ട് ആൻഡ് അതർ ലോൺ ലോങ് ടേം ലയബിലിറ്റി ആണ്. ഇനി കറൻറ്റ് ലയബിലിറ്റീസ് വരുന്നത് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ട്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സ് ഉണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ലോങ് ടേം ലയബിലിറ്റിയും കറൻറ്റ് ലയബിലിറ്റിയും. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ നെറ്റ് കറൻറ്റ് അസറ്റ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നെറ്റ് കറൻറ്റ് അസറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദ ക്യാപിറ്റൽ യൂസ്ഡ് ഫോർ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ആൻ അണ്ടർടേക്കിംഗ്. അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിന്നോ അല്ലെങ്കിൽ ബിസിനസ്സിനോ നിങ്ങൾക്ക് എഴുതാം. അതായത് ഒരു ബിസിനസ്സിലോ ഒരു അണ്ടർടേക്കിങ്ങിലോ ഒരു എൻറ്റിറ്റിയിലോ, അതൊക്കെ ഒരു പേരുകൾ തന്നെയാണ്. അതിലൊരു ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്ന ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടാനൊരു ഇക്വേഷൻ ഉണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി അടുത്തത് നെറ്റ് സെയിൽസ് ആണ്. അപ്പോൾ നെറ്റ് സെയിൽസ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, നെറ്റ് സെയിൽസ് മീൻസ് ഗ്രോസ് സെയിൽസ് മൈനസ് റിട്ടേൺ ഇൻവേർഡ്. ഗ്രോസ് സെയിൽസ് അതായത് മൊത്തം വിറ്റതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? റിട്ടേൺ ഇൻവേർഡ് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ. റിട്ടേൺ ഇൻവേർഡിൻ്റെ മറ്റൊരു പേരാണ് സെയിൽസ് റിട്ടേൺ. അത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽസ് കിട്ടും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെറ്റ് സെയിൽസ് ഇസ് ഈക്വൽ ടു ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ് മൈനസ് റിട്ടേൺ ഇൻവേർഡ്. റിട്ടേൺ ഇൻവേർഡിൻ്റെ മറ്റൊരു പേരാണെന്ത്? സെയിൽസ് റിട്ടേൺ. ഓക്കെ, അപ്പോൾ ഇതാണ് നെറ്റ് സെയിൽസ് എന്ന് വെച്ചാൽ. അത് കഴിഞ്ഞു. ഇനി അടുത്തത് ആയിട്ട് പറയുന്നത് ഗ്രോസ് മാർജിൻ ആണ്. ഓക്കെ, ഗ്രോസ് മാർജിൻ അല്ലെങ്കിൽ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ്. അപ്പോൾ മാർജിൻ എന്ന പേര് കേൾക്കുമ്പോൾ അത് പ്രോഫിറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഓക്കെ, മാർജിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? പ്രോഫിറ്റ്. ഓക്കെ, അക്കൗണ്ടിങ് ടേംസിൽ ഗ്രോസ് മാർജിൻ ഓർ ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നെറ്റ് സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് സെയിൽസ്. നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് സെയിൽസ്, വിൽക്കാൻ വന്ന ചെലവ്, നമുക്ക് വിറ്റ ആദായത്തിൽ നിന്നും എന്താണ് നമുക്ക് വിൽക്കാൻ വന്ന ചിലവ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, മൊത്തം ആദായം. അപ്പോൾ ഗ്രോസ് മാർജിൻ്റെ ഇക്വേഷനാണ്, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ഗ്രോസ് മാർജിൻ അല്ലെങ്കിൽ എന്താണ് ഇത് മാർജിൻ മാറ്റി നിങ്ങളിവിടെ പ്രോഫിറ്റ് എന്ന് എഴുതിയാലും ഉത്തരം ശരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഗ്രോസ് മാർജിൻ ഓർ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഓക്കെ, കോസ്റ്റ് ഓഫ് സെയിൽസ് ഇസ് ഈക്വൽ ടു, അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക്, അതിൻ്റെ കൂടെ നെറ്റ് പർച്ചേസ് ആഡ് ചെയ്യുക, അതിൻ്റെ കൂടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യാം. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക്, അതിൻ്റെ കൂടെ നെറ്റ് പർച്ചേസ് ആഡ് ചെയ്യുക, അതിൻ്റെ കൂടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യുക. ഇതിൽ നിന്നും
സ്റ്റോക്ക് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഓക്കെ, കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ മറ്റൊരു പേരാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഓപ്പറേറ്റിംഗ് മാർജിനാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് ഓപ്പറേറ്റിംഗ് മാർജിനാണ്. ഓപ്പറേറ്റിംഗ് മാർജിൻ ഇസ് ദ എക്സസ് ഓഫ് ഗ്രോസ് മാർജിൻ ഓവർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അതായത് ഗ്രോസ് മാർജിൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ്, നമ്മൾ നേരത്തെ കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് മാർജിൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ബിസിനസ് നടത്താൻ വന്ന ചിലവുകൾ, ബിസിനസ്സിൻ്റെ ഓപ്പറേഷന് വന്ന ചിലവുകളാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് മാർജിൻ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. നെക്സ്റ്റ് എന്താണ്? EBI TDA, എബിറ്റ് DA. ഓക്കെ, അങ്ങനെയും പറയാം, അല്ലെങ്കിൽ EBITDA. ഓക്കെ, അപ്പോൾ EBITDA മാർജിൻ അതൊരു പ്രോഫിറ്റാണ്. EBITDA മാർജിൻ ഈസ് ദ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഓക്കെ, അതായത് എന്താണ്? നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുന്നു, ടാക്സ് മൈനസ് ചെയ്യുന്നു, ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുന്നു, അമോർട്ടൈസേഷൻ മൈനസ് ചെയ്യുന്നു. ടാഞ്ചിബിൾ അസറ്റ്സിൽ വരുന്ന തേയ്മാനത്തെയാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുക. ഇൻടാഞ്ചിബിൾ അസറ്റിൽ വരുന്ന തേയ്മാനത്തെയാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അവസാനത്തെ ആദായത്തിൻ്റെ പേരാണ് EBITDA. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത്. ഇനി അടുത്തത് വരുന്നത് ശ്രദ്ധിക്കാം, നെറ്റ് മാർജിനാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നെറ്റ് മാർജിൻ. അപ്പോൾ എന്താണ് ഈ നെറ്റ് മാർജിൻ എന്ന് നോക്കാം. നെറ്റ് മാർജിൻ ഓർ നെറ്റ് പ്രോഫിറ്റ്, ഓക്കെ, ഇസ് ദ നെറ്റ് റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ഓഫ് ആൻ അക്കൗണ്ടിംഗ് പീരീഡ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ഓൾ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഫോർ ദാറ്റ് പീരീഡ്. അതായത് ഏറ്റവും അവസാനം കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, അതായത് നമുക്ക് നേരത്തെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടിയില്ലേ, ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും പ്രോഫിറ്റിലേക്ക് നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം വല്ലതും വരികയാണെങ്കിൽ, അതായത് ബിസിനസ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ട്രേഡർ ആണെങ്കിൽ ട്രേഡ് ചെയ്തിട്ടാണ് അയാളുടെ ഓപ്പറേഷൻ അല്ലേ, സാധനം വാങ്ങുന്നു, സാധനം വിൽക്കുന്നു. അപ്പോൾ ഈ ട്രേഡിംഗ് അല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിൽ വരുമാനം കിട്ടുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുക? ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും വരുന്നുണ്ട്. ഓക്കെ, മറ്റെന്തെങ്കിലും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന് അത് നിങ്ങളൊന്നിവിടെ എഴുതി വെക്കുക, മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അത് മൈനസ് ചെയ്യുമ്പോഴാണ് എന്ത് വരിക? നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുക. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് ഇതിൽ നിന്നും പ്രൊവിഷൻ ഫോർ ടാക്സ് കൊടുക്കേണ്ട പൈസ മൈനസ് ചെയ്താൽ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഈ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൻ്റെ മറ്റൊരു പേരാണ് ബോട്ടം ലൈൻ ഓഫ് ദ കമ്പനി. കമ്പനീൻ്റെ ഏറ്റവും അവസാനം വരുന്ന പൈസയാണത്. അത് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റുമാണ്, അതായത് കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട പ്രോഫിറ്റുമാണ് ഈ പറയുന്ന ഈ ബോട്ടം ലൈൻ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നെറ്റ് മാർജിൻ എന്ന് വെച്ചാൽ. ഇനി അത് കഴിഞ്ഞു അടുത്തതായിട്ട് പറയുന്നത് ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻഷ്യൽ അനാലിസിസിന് വേണ്ട ശ്രദ്ധിക്കുക, ഫിനാൻഷ്യൽ അനാലിസിസിൻ്റെ ടൂൾസാണ് ഇതൊക്കെ. ഓരോന്നും നമുക്ക് ഇമ്പോർട്ടൻ്റായി പഠിക്കേണ്ടതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റുമാണ്. പിന്നെ ട്രെൻഡ് റേഷ്യോ വരുന്നുണ്ട്, അതുപോലെ തന്നെ റേഷ്യോ അനാലിസിസ് വരുന്നുണ്ട്, ഫണ്ട് ഫ്ലോ അനാലിസിസ് വരുന്നുണ്ട്, ക്യാഷ് ഫ്ലോ അനാലിസിസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്, ട്രെൻഡ് റേഷ്യോ വരുന്നുണ്ട്, പിന്നെ റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ അനാലിസിസിൻ്റെ ടൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതാണ് നമ്മുടെ ടൂൾസ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ടൂൾസ് സെറ്റ് ചെയ്യാന്നുള്ളത്, സ്റ്റെപ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസിൽ. അപ്പോൾ ഇത് ഓരോന്നും ഇനി നമുക്ക് പഠിക്കാനായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും ഈ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റും നോക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്ത് വരും? നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കും. പിന്നെ ഇതൊക്കെ ഓരോ ചാപ്റ്ററായിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.